Hi all, welcome back to another long video from the Nettos and this is Wednesday morning and it's a rainy morning. അപ്പോൾ രാവിലെ തന്നെ നമുക്കിതേ കാപ്പിക്കും ബോട്ടിൽ സ്റ്റെറിലൈസേഷനുള്ള വെള്ളം കെറ്റിലിൽ വെക്കാം. ഈ കെറ്റിൽ പ്രീമിയറിൻ്റെ കെറ്റിലാണ്. എനിക്കങ്ങനെ വലിയ ഉപയോഗം വരില്ല എന്ന് ഞാൻ ധരിച്ചു വെച്ചിരുന്ന 3 സാധനങ്ങളാണ്. ഒന്ന് കെറ്റിൽ, ഒന്ന് മൈക്രോവേവ് അവൻ, ഒന്ന് എക്സ്റ്റീമർ. പക്ഷേ ഇത് മൂന്നുമാണ് ഇപ്പോഴത്തെ എൻ്റെ രാവിലെകൾ ഈസിയാക്കുന്നത്. രാവിലെയെന്ന് മാത്രമല്ല, ഞാൻ മിക്ക കറികളും വൈകുന്നേരമാണ് ചെയ്തു വെക്കാറുള്ളത്. എനിക്ക് രാവിലെ കറി വെക്കുന്നത് എന്തോ ഒരു വലിയ ടെൻഷൻ പോലെയാണ്. വൈകുന്നേരം അമ്മ വരുമ്പോൾ ഞാനും അമ്മയും കൂടി നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നങ്ങ് ആക്കും. അമ്മയുണ്ടെങ്കിൽ എനിക്ക് എന്തോ എല്ലാം പെട്ടെന്ന് നടക്കുന്ന പോലെയാണ്. അമ്മ ഒരു മീൻകറിയോ എന്തെങ്കിലും അപ്പുറത്ത് വെക്കും, ഞാനിവിടെ വെജിറ്റബിൾസ് അങ്ങ് അരിഞ്ഞു വെക്കും, ചിലപ്പോൾ വെജിറ്റബിൾസ് ഉണ്ടാക്കിയും വെക്കും. രാവിലെ എണീറ്റ് ചോറ് വെച്ചിട്ട് അങ്ങനെ അങ്ങ് സ്കൂളിലേക്ക് പോകും. കുക്കുന് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊടുത്തു വിടും. ഇപ്പോൾ കുറച്ച് ദിവസമായി അവന് ചോറ് കൊടുത്തു വിട്ടിട്ട് എനിക്ക് രാവിലെ എണീക്കാനേ പറ്റുന്നില്ല. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, എല്ലാം ഒന്ന് ശരിയായി വരുമ്പോഴേക്ക്, ആക്ച്വലി ഇത് പെരുന്നാൾ കഴിഞ്ഞപ്പോൾ തുടങ്ങിയൊരു മടിയാണ് കേട്ടോ. അതൊന്ന് ലെവലായി വന്നപ്പോഴേക്ക് അടുത്ത വീക്കെൻഡായി, കൊച്ചുപപ്പയുടെ ബർത്ത്ഡേയും. പിന്നെ അത് അങ്ങനെ ഒരു വൈബിൽ അങ്ങ് പോയി. വീണ്ടും ഞാനൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് ഇന്ന് ഒരു ലീവ് എടുക്കണം. അമ്മയുടെ കൂടെ ബാങ്ക് വരെ ഒന്ന് പോകണം. അമ്മയ്ക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോവാം. ബൈ ദ ബൈ, അത് പറഞ്ഞപ്പോഴാണ് കൊച്ചുപപ്പയുടെ ബർത്ത്ഡേയുടെ അന്ന് അമ്മ എന്താ ഇവിടെ ഇല്ലായിരുന്നെന്ന് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ പാറി പറന്ന് നടക്കുവാണെന്ന് തന്നെ പറയാം. അമ്മയ്ക്ക് 10 സഹോദരങ്ങളുണ്ട്. അതിലൊരാൾ മരിച്ചുപോയി, ക്രിസ്റ്റി വല്യമ്മ. വല്യമ്മയുടെ പൂജ അമ്മയുടെ ഏറ്റവും ഇളയ ബ്രദർ നടത്തിയിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു വീട്ടിൽ കൂടിയിട്ടാണ് നടത്തിയത്. പിന്നെ അമ്മയുടെ ഒരു ചേച്ചി ഗ്രേസി വല്യമ്മ കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ കൂടെയുണ്ട്. വല്യമ്മയ്ക്ക് പല്ലിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പം അമ്മ വല്യമ്മേനെയും ടേക്ക് കെയർ ചെയ്ത് ഇരിക്കുമായിരുന്നു. ഹോസ്പിറ്റൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ പറയുന്നില്ലേ ഞാൻ ഭയങ്കര ലക്കിയാണ്, ബോത്ത് സൈഡ് ഓഫ് ദ ഫാമിലീസ് എല്ലാം ഒരുപോലെ പോകുന്നു, എല്ലാവരുടെ സ്നേഹവും കിട്ടുന്നു എന്നൊക്കെ. സ്വന്തമായിട്ടൊരു വീടെടുത്ത് അമ്മ മാറുന്നത് വരെ, അല്ലെങ്കിൽ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അമ്മ ലിവ്ഡ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫ്. അമ്മയുടെ പ്രയോറിറ്റി ഫുൾ ഒരാളായിരുന്നു. പക്ഷേ ബിട്രയൽ ആ സൈഡിൽ നിന്ന് വരുമ്പോഴുണ്ടല്ലോ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ബട്ട് ഷീ ഓവർകെയിം ഇറ്റ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ കാണാൻ പോവാം. ഈ 9 പേരിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളുടെ വീട്ടിൽ പോവാം. ഞാനൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് അമ്മയുടെ അമ്മയ്ക്ക്, പൗളിൻ എന്നാണ് പേര്, ഞങ്ങൾ പാളിയമ്മ എന്ന് പറയും, അമ്മയ്ക്ക് ക്യാൻസറൊക്കെ വന്ന് വയ്യാണ്ടാവുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ട്, അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഞങ്ങളുടെ വീട്ടിൽ നിൽക്കണം. അപ്പോൾ അമ്മ പെർമിഷൻ ചോദിക്കുവാണ്, കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തട്ടെ, നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തട്ടെ എന്ന്. ഫ്രം ദ അതർ സൈഡ് ഇറ്റ് വാസ് എ നോ. അപ്പോൾ ഞാൻ അമ്മയടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അമ്മ കുറച്ച് കരഞ്ഞിട്ട് ഓക്കെ ആയിരുന്നു, പുള്ളിക്കാരി പിന്നെ അതങ്ങ് വിട്ടു, അങ്ങനെ ഒരു റിക്വസ്റ്റ് പിന്നെ മുന്നോട്ട് വെച്ചില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ നാളെ അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് എൻ്റെ അടുത്ത് വന്ന് മോളെ എനിക്ക് നിൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ ഇതുപോലൊരു നോ ആണ് അന്ന് കേൾക്കുന്നതെങ്കിൽ ഞാനത് എഗ്രി ചെയ്ത് ഓക്കെ അത് വലിയ കാര്യമല്ല എന്ന് കണ്ട് ഞാൻ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് തോന്നും, അമ്മ എന്താ റിയാക്ട് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നോട് ഇതെനിക്ക് ഒരുപാട് തിരിച്ചു പറയും, കുടുംബം അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾ തൂണാണ്, ഗമ്മാണ്, ഗ്ലൂ ആണ്, തേങ്ങയാണ് എന്നൊക്കെ കുറേ പറയും. പക്ഷേ ഈ നെല്ലിപ്പലക എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ നൈസായിട്ട് ഇറങ്ങി പോരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അമ്മ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് അമ്മ. അപ്പോൾ അമ്മേനെ ഞാൻ അന്ന് അമ്മ ഇങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു ഇല്ല, വല്യമ്മയുടെ പൂജയാണ്, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ കൂടുക. ഓക്കെ ഫൈൻ, അതല്ലേ വേണ്ടത്. പിന്നെ എന്താ ഇവരെയൊക്കെ എൻ്റെ കൂടെ കാണാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പൊന്നാങ്ങളെ ഡിവേഴ്സ് ചെയ്തിട്ട് പോയ ആളും ഞാനും ഇങ്ങനെ മച്ചായിട്ടിരിക്കുന്നത് പലർക്കും പറ്റില്ല. ഈ 9-ൽ 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഞാനുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. ബട്ട് വെനെവർ ദേ ഗെറ്റ് ടുഗെദർ അവർ 2 പേരും ഉണ്ടാവുമല്ലോ. ആൻഡ് എനിക്കങ്ങനെ ഞാൻ ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതാണ് അന്നത്തെ ദിവസം അമ്മ ഇവിടെ ഇല്ലാതിരുന്നത്. അമ്മയ്ക്കിപ്പോൾ എവിടെ പോകണോ ഞാൻ അതങ്ങ് എഗ്രി ചെയ്യാറാണ് പതിവ്. ഞാൻ അങ്ങനെ ഒബ്ജക്റ്റ് ചെയ്യുന്നത് വളരെ റെയറാണ്. ബിക്കോസ് ലൈഫ് ലോങ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ വരെ എല്ലാത്തിനും നോ കേട്ടിട്ട് ഓക്കെ എന്നും പറഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു അമ്മ. ഇപ്പോൾ അതുകൊണ്ട് അമ്മേനെ അങ്ങനെ ഇരിക്കാനും ഞാൻ സമ്മതിക്കാറില്ല. ഞാനായിട്ട് ഒരു കാര്യത്തിനും നോ പറയാറുമില്ല.
സ്വന്തമായിട്ടൊരു വീടെന്നതിന് ശേഷം അമ്മയെ സ്വയം പര്യാപ്തയാക്കുന്നതിനുള്ള നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ 10 o'clock പോയാൽ ഈ പരിപാടി പെട്ടെന്ന് നടക്കുമെന്ന് കേട്ടിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ 10 o'clock പോകാൻ പ്ലാൻ ചെയ്തു. ഞാൻ മമ്മീനോട് പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് വരാം, രാവിലെ പോയി അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വരാമെന്ന്. ഡാഡ് കൊണ്ടുവന്നതാണ് കുറച്ച് കരിമീൻ. അപ്പോൾ അത് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബീട്രൂട്ട് അരിഞ്ഞത് ഞാൻ ഇത്തിരി ഉള്ളിയും തേങ്ങയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് ഒരു തോരൻ പോലെ ആക്കിയെടുക്കുന്നുണ്ട്. അമ്മ വെച്ച മീൻകറി ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ കറിച്ചട്ടിയോടെയാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ എടുത്ത് ചൂടാക്കി. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് മീൻകറിയുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, മീൻ വറുത്തതുണ്ട്. എനിക്ക് നല്ല മൂക്കടപ്പമുണ്ട്. ഈ 2 ദിവസം ചാറ്റൽ മഴയൊക്കെ കൊള്ളുമ്പോഴേ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ എപ്പോൾ ഞാൻ ഇറങ്ങിയാലും അപ്പോൾ ചെറിയ പൊടി മഴയുണ്ടാവും. ഗ്രൗണ്ടിൽ കുടയും പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ മഴയങ്ങ് കൊള്ളും. അമ്മ ഇന്നലെ കുറച്ച് തേങ്ങ തിരികെ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഒരു വെള്ള ചമ്മന്തി അങ്ങ് അരച്ചു. അതാകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം, കുക്കുവിന് ലഞ്ചിന് കൊടുത്തും വിടാം. ലഞ്ചിന് ഇന്ന് അപ്പം കൊടുത്തു വിടാമെന്ന് പ്ലാൻ ഓൾറെഡി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ചോറ് ഇന്ന് കുറച്ച് ലേറ്റായിട്ട്, അതായത് അരി ഇന്ന് കുറച്ച് ലേറ്റായിട്ട് കുക്കറിലിട്ടത്. ഇന്നലെ നൈറ്റ് തന്നെ ഞാൻ ഇരുന്നിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ നമ്മുടെ ChatGPT ചോദിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കു സാർ ഇപ്പോൾ സൈക്കിളിൽ സ്കൂളിൽ പോകുന്നത് കൊണ്ട് അവനങ്ങ് സ്കൂളിൽ പോകുന്നുണ്ട് കറക്റ്റ് ടൈമിൽ. അപ്പോൾ നമുക്ക് അവൻ്റെ ലഞ്ച് എടുക്കാം. അപ്പവും 2 കാടമുട്ടയും പിന്നെ വൈറ്റ് ചട്നിയും, അതാണ് ലഞ്ചിന് വെക്കുന്നത്. ഇന്നിപ്പോൾ ആൾക്ക് സന്തോഷമായിരിക്കും കേട്ടോ. ചോറ് കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ അവൻ കളിക്കാൻ താമസിച്ചേ ഗ്രൗണ്ടിൽ എത്താറുള്ളൂ എന്നൊരു സങ്കടം അവന് പൊതുവേ ഉണ്ട്. ഇന്നിപ്പോൾ അപ്പം ആയതുകൊണ്ട് പെട്ടെന്ന് കഴിക്കും. പക്ഷേ അപ്പം വിചാരിച്ചത്ര സോഫ്റ്റ് അല്ല. ഞാനുണ്ടല്ലോ അപ്പത്തിൻ്റെ മാവ് ഒരു 2-3 ദിവസം എടുക്കാണ്ടിരുന്നപ്പോൾ എടുത്ത് ഫ്രീസറിൽ വെച്ചു. ഇന്നലെ വൈകുന്നേരം വെളിയിൽ വെച്ചിട്ടും അതങ്ങോട്ട് പുളിച്ചിട്ടില്ല, അതാണെന്ന് തോന്നുന്നു, അങ്ങ് പൊങ്ങിയിട്ടില്ല. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ സ്ട്രക്ചർ വൈസ് അതങ്ങോട്ട് ഫ്ലഫി ആയില്ല. അങ്ങനെ ഇതേ സ്നാക്സിന് കുറച്ച് ക്യാൻഡിയും ചിപ്സും നട്ട്സും ഒക്കെ എടുത്ത് വെച്ചു. അവൻ്റെ കിറ്റൊക്കെ പാക്ക് ചെയ്തു. എനിക്കാണെങ്കിൽ ഇവനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് എന്തോ ആ ദിവസം എനിക്കിതൊന്നും അല്ലായിരുന്നു, ഇതിൻ്റെ അപ്പുറത്തെ ടെൻഷനായിരുന്നു. ഇവൻ്റെ സൈക്കിളിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയിൻ കക്കുന്നുണ്ട്. അപ്പോൾ ഇനി വഴിയിൽ വെച്ച് ചെയിൻ കക്കിയ ഇവൻ എന്ത് ചെയ്യും, ഇവൻ സൈക്കിൾ എങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകും, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ രൂപക്കുട്ടനെ കണ്ണനെ വിളിക്കാം. സമ്മതിക്കത്തില്ല, എനിക്ക് സൈക്കിളിൽ പോയാൽ മതി. പിന്നെ ഞാനങ്ങ് സമ്മതിച്ചു. ഞാൻ കോഫി എടുത്തിട്ട് മേളിൽ പോയിട്ട് കടൽ ഓഫ് ദി ഡേ എടുക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ കോഫിയൊക്കെ എടുക്കുന്ന ടൈമിൽ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ അതേ മഴയൊക്കെ തോർന്നു. ആ കിറ്റ് സൈക്കിളിൻ്റെ ബാക്കിൽ ഞാൻ വെക്കുന്നതാണ് കേട്ടോ. അതൊന്നും നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട്, ഈ കാരിയറൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ല ടൈറ്റായിരുന്നു. സമയം വൈകിയതുകൊണ്ടല്ല കേട്ടോ എണീറ്റ് നിന്ന് ചവിട്ടുന്നത്. നേരത്തെ പോയി നോയയുടെ കൂടെ കളിക്കാനാണ്. നോയൻ സൈക്കിളിലാണ് പോകുന്നത്. അവൻ 8:45 ആകുമ്പോഴേ സ്കൂളിൽ പോകും. 2 പേർക്കും കൂടെ അവിടെ കിടന്ന് കളിക്കാനായിട്ടാണ്. ആൻറ്റിമാർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ പ്ലേ ഏരിയയും ഫ്രീ ആയിട്ടിരിക്കും. എല്ലാത്തിൻ്റെ പുറത്തും കയറി ഇറങ്ങാമല്ലോ. തയ്യൽ മെഷീൻ കഴിഞ്ഞ ദിവസം ഒന്ന് സ്റ്റക്കായി. അതെന്താ സ്റ്റക്കായെന്ന് അറിയാനായിട്ട് സ്ക്രൂ ഇട്ട് പിടിച്ചിട്ട് എനിക്കത് തുറക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ കണ്ണമോനെ വിളിച്ചു. ഞങ്ങൾ 2 പേരും കൂടെ കുറച്ചു നേരം കിണഞ്ഞങ്ങ് പരിശ്രമിച്ചിട്ട് സംഭവം റെഡിയാക്കി എടുത്തു. കുറച്ച് നൂല് തയ്യൽ മെഷീൻ്റെ അടിഭാഗത്ത് കയറി ഇങ്ങനെ ഉടക്കിയിരിപ്പുണ്ടായിരുന്നു. അടിഭാഗത്തുള്ള നൂലിടുന്ന ആ ഒരു പോർഷൻ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാമല്ലോ, അത് ഇളകി വരുന്നുണ്ടായിരുന്നില്ല. ആ സ്ക്രൂ ആണ് ടൈറ്റായിട്ടിരുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവനത് പിടിച്ച് തിരിച്ചിട്ട് സ്ക്രൂ ഇളകി. ഞാനൊരു 3 ബ്ലാക്ക് ടോപ്സ് കാണിച്ചിട്ടില്ലായിരുന്നു. അതിൽ ആ ലോട്ടസിൻ്റെ സിമ്പിൾ ഉള്ളതിൻ്റെ അകത്ത് എനിക്ക് സ്ലിറ്റ് കുറച്ചൊന്ന് മേലോട്ട് കയറ്റിയാൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് ഞാൻ രാവിലെ അത് പണിയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ആ മേലെ ഇടുന്ന പോർഷൻ കാണാനില്ല. ഞങ്ങൾ 2 പേരും കൂടെ ആദ്യം അത് ഊരി മാറ്റിയിട്ടാണ് ഈ സ്ക്രൂ ഒക്കെ പിടിച്ച് തിരിക്കുകയും ഇളക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ മേളിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ലോക്ക് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്, അത് കാണുന്നില്ല. അങ്ങനെ അത് തപ്പിക്കൊണ്ടിരിക്കുന്നതാണ് ഇത്. പിന്നെ കുറച്ചു നേരം ഞാൻ വീഡിയോ പോസ് ചെയ്തിട്ടായി തപ്പല്. അവസാനം കിട്ടി. അങ്ങനെ അതെല്ലാം തിരിച്ചിട്ട് മെഷീൻ സെറ്റായി. ഡ്രസ്സും റെഡിയാക്കി. എന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നത്. ഞാനൊരു 2 അപ്പവും കുറച്ച് ചട്നിയും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ കമൻസിനൊക്കെ റിപ്ലൈ തരുന്നത് കേട്ടോ. ഇതുപോലെ ഞാൻ എപ്പോൾ ഭക്ഷണം കഴിച്ചാലും ഞാൻ കമൻറ്റിന് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുകയായിരിക്കും. വണ്ടിയിൽ ഞാൻ എപ്പോൾ എവിടെയെങ്കിലും പോയാലും അലൻ്റെ കൂടെ വണ്ടിയിൽ കയറി ഇരുന്നാൽ, മുമ്പ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നതാ, ഇപ്പം ഞാൻ കമൻറ്റിന് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ അതങ്ങനെ പറഞ്ഞു വരുമ്പോൾ എടുത്ത് പറയേണ്ട കാര്യമാണ് നിങ്ങളോടൊക്കെ താങ്ക് യു സോ മച്ച്. ഒരുപാട് ചാനൽസിൻ്റെ ഇടയിൽ എൻ്റെ ഈ ചാനലും ഇവിടുത്തെ വീഡിയോസും ഒക്കെ കാണാനായിട്ട് നിങ്ങളെടുക്കുന്ന ആ ടൈമിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ഇപ്പോൾ വ്യൂസും കമൻസും ഒക്കെ കുറവാണ്, എന്നാലും എനിക്കറിയാം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെയും ഡെയിലി കാണുന്നവരെയും ഒക്കെ എനിക്കറിയാം. Lots and lots of love and thank you.
ഞാൻ കഴിച്ചു കഴിഞ്ഞ ടൈമിൽ തന്നെ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദേ അപ്പം മാവ് ഇന്നലെ അമ്മ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കിയതാണ്, നമ്മൾ രണ്ടുപേരും കൂടെ കുളവാക്കിയ സാധനമല്ലേ, അമ്മയും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന 2 അപ്പം അമ്മ കഴിച്ചു. അപ്പോഴേക്കും എനിക്ക് ലീന സിസ്റ്ററിൻ്റെ കോൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ വരുമ്പോൾ വരുന്ന സിസ്റ്ററാണ്, എനിക്ക് അങ്ങനെ പറയാനേ അറിയത്തുള്ളൂ. നിലുവിനെ വാക്സിനേഷനൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ അംഗൻവാടി കൊണ്ടുപോകുമ്പോൾ അവിടെ വരുന്ന സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്ററെ വിളിച്ചിട്ട് ഫ്രൈഡേ നമ്മുടെ കുരിശടിയുടെ സൈഡിലായിട്ടുള്ള ഷെഡിൽ ഒരു ചെറിയ ക്യാമ്പ് നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. മേശയും ചെയേഴ്സും ഒക്കെ വേണം. ഫ്രൈഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ ആയിരിക്കും, ഞാൻ കൺഫേം ചെയ്തിട്ട് വിളിച്ച് പറയാം എന്നൊക്കെ ഞാനങ്ങനെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അരി അടച്ചിട്ടത്. ലേറ്റായിട്ട് ഇട്ടത് കൊണ്ട് ചോറ് ഇപ്പോഴാണ് റെഡിയായത്. വിസിൽ വന്നാൽ കുറച്ച് നേരം ഞാൻ അങ്ങനെ മാറ്റി വെച്ചിരിക്കും, അത് കഴിഞ്ഞിട്ടേ അടച്ചെടുത്തുള്ളൂ. എന്നിട്ട് പിന്നെ കുറച്ച് ലോഷനൊക്കെ ഇട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഈ അപ്പം മാവൊക്കെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈച്ച വരും, അതിങ്ങനെ പുളിക്കുന്ന സാധനമല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, വീട്ടിൽ അപ്പം ചുടുന്ന ദിവസം നീലിയംചി ഉണക്ക് പൊരിക്കുമ്പോൾ അവിടെ വരുന്ന ഈച്ച പോലെ ഇവിടെയും ഈച്ച വരും. ആ ബോട്ടിലിനകത്ത് പുൽത്തൈലം, ഡെറ്റോള്, പിന്നെ കുറച്ച് വെള്ളവുമാണ് ഉള്ളത്. പിള്ളേരെയും കൊണ്ട് മെഡിസിറ്റിയിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ അവരിങ്ങനെ റൂമിൽ കൊണ്ടുവന്ന് വെക്കുന്ന സാനിറ്റൈസറാണത്. അതിൻ്റെ ബോട്ടിലാണ് ഞാനിങ്ങനെ വീട്ടിലെടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതിലിങ്ങനെ എനിക്ക് നല്ല എളുപ്പമാണ് സ്ക്വീസ് ചെയ്തിട്ടിട്ട് പെട്ടെന്ന് തുടച്ചെടുക്കാനായിട്ട്. ഒരു പാക്കറ്റ് അമൃതം ഞങ്ങൾ കൊച്ചുപ്പയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. കൊച്ചുപ്പയ്ക്ക് ഇടയ്ക്കിപ്പോൾ ലിലിയംചി അമൃതമൊക്കെ കാച്ചി കൊടുക്കും. അമൃത ആർക്കടാ? കൊച്ചുപ്പയ്ക്ക്. ആ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. രാവിലെയാണ് അമ്മ ഇപ്പോൾ പിരിവിന് പോകുന്നത്, കേബിളിൻ്റെ പിരിവിന് പോകുന്നത്. കൊച്ചുപ്പ കേബിൾ ഓപ്പറേറ്ററാണ്. അതിനി അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ആ ടൈമിൽ അവൻ അമൃതം എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് കലക്കി എടുക്കാനായിട്ട് അവിടെ ഒരു പാക്കറ്റ് ഇരിക്കുന്നതാണല്ലോ നല്ലത്. പിന്നെ കൊച്ചുപ്പയ്ക്ക് ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു, ലൈറ്റ് ഫുഡ്സേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കുറുക്കി കൊടുത്താൽ ഒരു ഡ്രിങ്ക് പോലെ ആവും, കുറച്ച് വെയിറ്റും ഒക്കെ ആവുമല്ലോ. അമ്മ അവനെ അവിടെ കൊണ്ടുപോയി നൈസായിട്ട് വിട്ടിട്ട് തിരിച്ചു വരണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ബാങ്കിലേക്ക് പോകാനായിട്ട്. പിന്നെ അവിടെ ഇപ്പോൾ കണ്ണനും ലൂയിസും ഉള്ളതുകൊണ്ട് 2 മാമന്മാരും അവിടെ ഉള്ളതുകൊണ്ട് ലിലിയംച്ചിക്ക് എളുപ്പമാണ് അവനെ നോക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ അമ്മ ദേ തിരിച്ചു വന്നിട്ട് അമ്മ ഡ്രസ്സും കൊണ്ടാണ് കേട്ടോ വന്നത്. ഞങ്ങൾ 2 പേരും റെഡിയായി. ഞങ്ങൾ 2 പേരും ദേ ഇറങ്ങുവാണ്. 10 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ 10:20 ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക്. ഇന്നിനിപ്പോൾ കുറച്ചധികം നടക്കാനുണ്ടാവും. ഈ വണ്ടിയിൽ പോയിട്ട് എന്തിനാ നടക്കുന്ന കാര്യം എന്നല്ലേ. കാവൽപുരയിൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുക. അത് ദേ ഇതിങ്ങനെ കിടക്കുവാണ്. വണ്ടി ഇപ്പുറത്ത് വെച്ചിട്ട് ഈ ലെവൽ ക്രോസ് ചെയ്ത് കുറച്ച് മുമ്പോട്ട് നടന്നാലും നമുക്ക് ബാങ്കിലെത്താം. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കറങ്ങി വരണം. അവിടെയും ഇതുപോലെ ഗേറ്റ് അടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ തിരിച്ച് വീട്ടിലെത്താൻ താമസിക്കും. എനിക്ക് ഉച്ചയ്ക്ക് തിരിച്ച് സ്കൂളിൽ ചെല്ലണമല്ലോ. അങ്ങനെ ഞങ്ങളിതേ ബാങ്കിലെത്തി. എൻ്റെ പേഴ്സിൽ ആലൻ്റെയും അമ്മയുടെയും ഓരോ ഫോട്ടോ ഉണ്ടായിരുന്നു. അവിടെ 2 ഫോട്ടോ വേണമായിരുന്നു. അങ്ങനെ എൻ്റെ പേഴ്സിലിരുന്ന ഫോട്ടോ പോയി. ഇനി അടുത്തത് അമ്മേനെ കൊണ്ടുപോയി ഫോട്ടോ എടുപ്പിക്കലായിരിക്കും. തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്കിതേ ഒരു ഐസ്ക്രീം ഷാർജയൊക്കെ മേടിച്ചു തന്നു. കരിക്കിൻ ഷേക്കിനുള്ള കരിക്കാണ് കിടക്കുന്നത്. ഈ കവറ് ഞാൻ ബാഗിൽ വെക്കാമെന്ന് പറഞ്ഞതാണ്, ഇപ്പം എന്തോ തപ്പിക്കൊണ്ടിരിക്കുക. പിരിവിന് പോകുമ്പോൾ കൊണ്ടുപോകുന്നൊരു ഷോൾഡർ ബാഗ് ഉണ്ട് കേട്ടോ, പക്ഷെ അതിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യത്തില്ല. കവറാണ് അമ്മയ്ക്ക് കംഫർട്ടബിൾ. എല്ലാം കൂടെ ഒറ്റയടിക്ക് മാറ്റാൻ നിന്നാലേ എന്നെ ഓടിക്കും. നമുക്ക് പതുക്കെ മാറ്റാം. അമ്മേനെ തിരിച്ചതേ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോവുകയാണ്. ഈ വഴി വരാൻ എനിക്കിഷ്ടമില്ലാത്ത കാരണങ്ങളിലൊന്നാണ് ഇത്. ഇതില്ല മോട്ടുമുയലിന് വഴി കണ്ടുപിടിക്കുന്ന പോലത്തെ ഒരു വഴിയാണ്. ഇതിൻ്റെ അകത്തൂടെ എങ്ങനെ വണ്ടിയും കൊണ്ട് വന്നിട്ട് വേറെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ പെട്ടുപോകും. തിരിച്ച് സ്കൂളിലെത്താൻ പറ്റിയില്ല. ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേക്ക് മണി 2:30 3 മണിക്ക് സ്കൂൾ വിടും. ഈ വഴി കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കടപ്പുറത്തെ റോഡാണ് കാണുന്നത്, കടലാണ് നേരെ കാണുന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.